ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിലുള്ള RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഇപ്പോൾ 2250 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ കോൺസ്റ്റബിൾ തസ്തികയിൽ ഏകദേശം 2000 ഒഴിവുകളും SI തസ്തികയിൽ 250 ഒഴിവുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് അവർ ചോദിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ RRB ത്രൂ അവർ പ്രസിദ്ധീകരിക്കുന്നതാണ്. സോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വൺസ് RRB റിലീസ് ചെയ്താൽ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവർ പറയുന്നത് എന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. സോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാം ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. 2/1/2024, അതായത് ഇന്നലെ പ്രസിദ്ധീകരിച്ച ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണിത്. വിവിധ തസ്തികയിലായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 2000 ഒഴിവുകൾ കോൺസ്റ്റബിൾ തസ്തികയിലും 250 ഒഴിവുകൾ സബ് ഇൻസ്പെക്ടർ തസ്തികയിലുമാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 15% വേക്കൻസീസ് റിസർവ്ഡ് ഫോർ വിമൻ കാൻഡിഡേറ്റ്സിനായിട്ട് റിസർവ്ഡ് ആണ് എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ് മുതലായ കാര്യങ്ങളായിരിക്കും ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് വരുന്നത്. വിവിധ റീജിയൻസിലായിട്ടാണ് 2250 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റേൺ റീജിയനിലുണ്ട്, വെസ്റ്റേൺ റീജിയനിലുണ്ട്, നോർത്തേൺ റീജിയനിലുണ്ട്, സദേൺ റീജിയനിലുണ്ട് എന്നിങ്ങനെ ഈ 4 റീജിയനിലുമായിട്ട് വിവിധ റെയിൽവേ സോൺസിലാണ് ഇത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ആണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ ആണ്. കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 10th പാസ് ആണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ SI പോസ്റ്റിന് 20 മുതൽ 25 വയസ്സും അതുപോലെ കോൺസ്റ്റബിൾ പോസ്റ്റിന് 18 മുതൽ 25 വയസ്സ് വരെയുമാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഏജ് സംവരണ വിഭാഗത്തിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഫിസിക്കൽ മെഷർമെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ അഥവാ OBC കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്, ഫീമെയിൽ ആണെങ്കിൽ 157 മതി. ഇനി സംവരണ വിഭാഗത്തിൽപ്പെട്ട SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 160 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെന്റിമീറ്ററുമാണ് ഹൈറ്റ് ചോദിക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, റെയിൽവേയിൽ ഒട്ടനവധി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വേക്കൻസീസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന എന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ കണ്ടത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടനവധി വേക്കൻസീസ് റെയിൽവേയിൽ നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.